ഹലോ ഫ്രണ്ട്സ്, ക്യാപ്ചർ ലെൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് എങ്ങനെ പെൻഗ്വിനെ വരയ്ക്കാം, അതും ഇല്ലുസ്ട്രേറ്ററിൽ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ നമ്മുടെ ഇല്ലുസ്ട്രേറ്റർ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകണം. ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫയൽ എവിടെയാണോ സേവ് ചെയ്ത് വെച്ചിരുന്നത് അതിനെ ഓപ്പൺ ചെയ്യും. നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇല്ലുസ്ട്രേറ്റർ ഫയൽ നമുക്ക് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഒരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് കളർ റെഫറൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു റൈറ്റ് ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വീഡിയോയും കൂടെ കാണാം. അപ്പോൾ നമ്മൾ പെൻഗ്വിനെ വരയ്ക്കാൻ പോകാം. ആദ്യം നമുക്ക് വേണ്ടത് റൗണ്ടഡ് റെക്റ്റാങ്കിൾ. അപ്പോൾ റൗണ്ടഡ് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ ടൂൾ ബോക്സിൽ ഷേപ്പ് ടൂൾസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ടൂളാണ്. അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എം ആണ്. എം പ്രസ് ചെയ്ത് നമുക്ക് റെക്റ്റാങ്കിൾ ടൂൾ കിട്ടും. ഇനി മൗസ് വെച്ചിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ റൗണ്ടഡ് റെക്റ്റാങ്കിൾ തന്നെ അതിൻ്റെ തൊട്ട് താഴെയുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് റൗണ്ടഡ് റെക്റ്റാങ്കിൾ എന്ത് ചെയ്യുക, വരയ്ക്കും. ഇനി ഇതിൻ്റെ റൗണ്ട്നെസ് കൂടണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ ആരോ കീസ് ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ. അപ്പ് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റൗണ്ട്നെസ് കൂടും, അതേപോലെ ഡൗൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റൗണ്ട്നെസ് എന്ന് പറയുന്നത് കുറയും. പക്ഷേ വരച്ച് മൗസ് വിടുന്നതിന് മുന്നേ വേണം എന്ത് ചെയ്യാൻ, ഈ അപ്പും ഡൗണും പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും റൗണ്ട്നെസ് മതി. അപ്പോൾ ഞാനത് മൗസ് വിടും. ഓക്കെ, അപ്പോൾ റൗണ്ടഡ് റെക്റ്റാങ്കിൾ കിട്ടി. അതിന് ഞാൻ സെൻറ്ററിലേക്ക് എടുപ്പിച്ചു. ഇനി അതിനൊരു കളർ പിക്കണം. കളർ പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ടൂളാണ് ഐ ഡ്രോപ്പർ വരാൻ വേണ്ടിയിട്ട് ആദ്യം റൗണ്ടഡ് റെക്റ്റാങ്കിൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കീബോർഡിൽ ഐ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഐ ഡ്രോപ്പർ ടൂൾ ബോക്സിൽ ഐ ഡ്രോപ്പർ ആക്റ്റീവ് ആവും. അപ്പോൾ ഐ ഡ്രോപ്പറിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഐ ആണ്. ഏത് കളറാണോ വേണ്ടത് ആ കളറിൽ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് റൗണ്ടഡ് റെക്റ്റാങ്കിളിന് ആ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കളറ് ഷേപ്പും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പെൻഗ്വിൻ്റെ ഷേപ്പ് ഉണ്ടാക്കാൻ പോകും. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എ പ്രസ് ചെയ്ത് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ കിട്ടും. റൗണ്ടഡ് റെക്റ്റാങ്കിളിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഞാൻ കുറച്ച് ഭാഗം സെലക്ട് ചെയ്തു. അപ്പോൾ കണ്ട ഒരു 3 പോയിൻറ്റ്സ് സെലക്ട് ആയിട്ടുണ്ട്. ബാക്കി താഴെ 3 പോയിൻറ്റ്സ് ഉണ്ട്, അത് ഡീസെലക്റ്റഡ് ആണ് അല്ലേ. അപ്പോൾ ഈ പോയിൻറ്റ്സിന് പറയുന്ന പേര് ആങ്കർ പോയിൻറ്റ്സ് എന്നാണ്. ആ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് സെലക്ട് ആയി. ഇനി നമുക്ക് അതൊന്ന് സ്കെയിൽ ചെയ്യണം. സ്കെയിൽ ചെയ്യാൻ അതിനകത്ത് തന്നെ സ്കെയിൽ ടൂൾ ഉണ്ട്. എസ് പ്രസ് ചെയ്തു, സ്കെയിൽ ടൂൾ കിട്ടി. മൗസ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, സ്കെയിൽ ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് അതിൻ്റെ കണ്ണാണ്. കണ്ണ് വരയ്ക്കാൻ നമ്മൾ സർക്കിൾ വരയ്ക്കണം. സർക്കിൾ വരണമെന്നുണ്ടെങ്കിൽ എലിപ്സ് എന്ന് പറഞ്ഞിട്ട് ഷേപ്പാണ് വരയ്ക്കേണ്ടത്. അപ്പം നമ്മൾ കീബോർഡിൽ എല്ല് പ്രസ് ചെയ്താൽ നമുക്കിവിടെ എലിപ്സ് ടൂൾ കിട്ടി. ഇനി കറക്റ്റ് സർക്കിളായിട്ട് വരാൻ വേണ്ടിയിട്ട് ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. നമുക്ക് എത്രയാണോ സൈസിൽ കണ്ണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരയ്ക്കുക. ഐ ഡ്രോപ്പർ എടുത്തു, നമുക്ക് ഏത് കളറാണോ വേണ്ടത് അത് പിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൃഷ്ണമണി വരയ്ക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് വീണ്ടും സർക്കിൾ കാണാം അല്ലേ. ഇനി അതിൻ്റെ തന്നെ കോപ്പി എടുക്കണം. കോപ്പി എടുക്കാൻ വേണ്ടി ഷോർട്ട് കട്ടാണ് കൺട്രോൾ സി പ്രസ് ചെയ്തു. ഇനി നമുക്ക് സെയിം സ്ഥലത്ത് തന്നെ ആ സർക്കിളിനെ പേസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പേസ്റ്റ് ആൻഡ് പ്ലേസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കൺട്രോൾ ഷിഫ്റ്റ് വി. ഓക്കെ, കൺട്രോൾ ഷിഫ്റ്റ് വി പ്രസ് ചെയ്തു. ഇനി അതിനെ സ്കെയിൽ ചെയ്യാൻ പോകണം. ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്ത് എന്ത് ചെയ്തു, കുറച്ച് ഒന്ന് ഞാൻ സ്കെയിൽ ചെയ്തു. അതിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഞാൻ ഫില്ലിൽ നിന്നാണ് കളർ കൊടുക്കാൻ പോകുന്നത്. ബ്ലാക്ക് ഫില്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു, ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ കൊടുത്തു. അപ്പോൾ വീണ്ടും ഞാൻ കൺട്രോൾ സി പ്രസ് ചെയ്തു, കൺട്രോൾ ഷിഫ്റ്റ് വി പ്രസ് ചെയ്തു. വീണ്ടും അവിടെ ചെറിയൊരു സർക്കിൾ അല്ലെങ്കിൽ നമ്മൾ ബ്ലാക്ക് സർക്കിൾ വീണ്ടും വന്നു. അതിനെ ഓൾട്ട് ഷിഫ്റ്റും പ്രസ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്തു. അതിൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. ഐ ഡ്രോപ്പർ എടുത്തു, അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ വൈറ്റ് സർക്കിൾ കിട്ടി. അതിനെ ഞാൻ ഒരു പിടിക്കുന്ന എന്ത് ചെയ്തു, മാറ്റി വെച്ചു. അപ്പോൾ സൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആഡ് ബോർഡിനെ സൂം ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്ലസും മൈനസ് ആണ് യൂസ് ചെയ്യുന്നത്, സൂം ഇന്നും സൂം ഔട്ട്. ഇനി ആ 3 സർക്കിളിനെ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ ഒറ്റ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒറ്റ ഗ്രൂപ്പ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് കട്ട് ഉണ്ട് കൺട്രോൾ ജി പ്രസ് ചെയ്താൽ ഗ്രൂപ്പായി. ഇനി സൂം ഔട്ട് ചെയ്ത് കൺട്രോൾ മൈനസ്. കാരണം എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അതിനെ അവിടെ കൊണ്ടുപോയിട്ട് വയ്ക്കും. സെൻറ്ററിൽ ഞാൻ ഗൈഡ് ലൈൻ വെച്ചിട്ടുണ്ട്. ഇനി
ഇതിൻ്റെ തന്നെ കോപ്പി എടുക്കണം. ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് 2 ആരോ വരുമ്പോൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്താൽ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യുന്ന വരും. ഇനി കണ്ണിൻ്റെ ഇടയ്ക്ക് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓരോന്ന് സെലക്ട് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് സ്പേസിങ് കൊടുക്കുക. ഇനി സൂം ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ മൈനസ്. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ചുണ്ടാണ്. എൻ്റെ ചുണ്ട് വരയ്ക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കണം. ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് സർക്കിൾ വരയ്ക്കുക. അതിന് കളർ വേണ്ടത് പിക്ക് ചെയ്ത് കൊടുക്കാൻ ഐ ഡ്രോപ്പർ ഐ പ്രസ് ചെയ്തു കളർ പിക്ക്. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്ത് മുകളിലത്തെ ആങ്കർ പോയിന്റ്സിനെ സെലക്ട് ചെയ്തു. നമ്മുടെ കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ അടിച്ചപ്പോൾ അത് ഹാഫ് സർക്കിളായി. ആദ്യം ഒരു ആങ്കർ പോയിന്റ് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, അടുത്ത ആങ്കർ പോയിന്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ മൾട്ടിപ്പിൾ ആങ്കർ പോയിന്റ് സെലക്ട് ആയി. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ജോയിൻ കൊടുക്കുക. അപ്പോൾ ആ ഡിലേറ്റ് ആയി പോയ ഭാഗം എന്ത് ചെയ്തു, ജോയിൻ ആയി. ഇനി ഇതിനെ ചുണ്ടിൻ്റെ രൂപത്തിലാക്കാൻ പോവാം. ഏത് ആങ്കർ പോയിന്റാണ് സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ പ്രോപ്പർട്ടീസ് മുകളിൽ കാണിക്കും. കൺവേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഷാർപ്പായിട്ടുള്ള ആങ്കർ പോയിന്റ് ആവും. ഇനി അതിനെ ചുണ്ടിൻ്റെ രീതിയിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഷേപ്പിന് ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ചുണ്ടിൻ്റെ ഏകദേശം ഒരു ഭാഗം എത്തി. ഇനി എനിക്ക് ഈ മുകൾ ഭാഗം എന്ന് പറയുന്നത് കർവ്ഡ് ആവും. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഷേപ്പിനെ സെലക്ട് ചെയ്തു, പെൻഡൂൾ എടുത്തു. പെൻഡൂൾ എടുക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് പി ആണ്. ഇവിടെ പി പ്രസ് ചെയ്തപ്പോൾ പെൻഡൂൾ സെലക്ട് ആയി. ഇതിൻ്റെ സെൻട്രലായിട്ട് ഞാൻ ഒരു ക്ലിക്ക് കൊടുത്തു. അപ്പോഴാണ് ഇവിടെ ഒരു ആങ്കർ പോയിന്റ് വരും. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് മുകളിൽ വന്നിട്ടുണ്ട്. കൺവേർട്ടിൽ തന്നെ കർവ്ഡ് ആയിട്ടുള്ള ആങ്കർ പോയിന്റ്സിനെ കാണിക്കുക അല്ലേ. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, അവിടെ 2 ഹാൻഡിൽസ് വന്നു. ഇനി നമ്മളതിനെ ആ കണ്ണിൻ്റെ താഴെയായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു, പ്ലേസ് ചെയ്യാൻ പോകും. അപ്പോൾ നോക്കി ചുണ്ട് വന്നു അല്ലേ, ഏകദേശം ഒരു ഷേപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ചിറകാണ് വേണ്ടത്. ചിറക് വരയ്ക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്തു, സർക്കിൾ വരച്ചു. കളർ എന്ന് പറയുന്നത് ഒരു കളർ പിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തന്നെ കോപ്പി എടുക്കാൻ വേണ്ടി ഓൾട്ട് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഞാൻ കൊണ്ടുവച്ചു. ഈ 2 ഷേപ്പിനെ ഞാൻ സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് എം. നമുക്ക് ഈ പുറത്തുള്ള 2 ഭാഗങ്ങൾ വേണ്ട. അതിന് വേണ്ടിയിട്ട് നമ്മൾ കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്യുമ്പോൾ ആരോയുടെ കൂടെ എന്തെന്നു മൈനസ് വന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് ഭാഗത്താണ് ക്ലിക്ക് ചെയ്യുന്നത് ഡിലീറ്റ് ആവും. ഈ ഭാഗം വേണ്ടല്ലേ, അപ്പോൾ അതും ക്ലിക്ക് ചെയ്യും. ഒന്ന് ക്ലിക്ക് ചെയ്ത് മാറ്റി വയ്ക്കുക. 2 ഷേപ്പ് കിട്ടിയല്ലേ. അപ്പോൾ ഒരെണ്ണം തൽക്കാലം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള ഭാഗത്തിന് എന്ത് ചെയ്യാൻ പോകുന്നു, ചിറകാക്കാൻ പോകും. ഓക്കെ, ഞാൻ തൽക്കാലം ചിറക് ഇങ്ങനെ വയ്ക്കുകയാണ്. ഇതിനെ നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകും. ഇതിനെ ഞാൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് എന്ത് കിട്ടി, ചിറക് കിട്ടി. ഇപ്പോൾ ഉണ്ടാക്കിയ ചിറകിനെ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു. അതിനകത്ത് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ആ ട്രാൻസ്ഫോമിൽ റിഫ്ലക്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പോപ്പ് കിട്ടും. അതിനകത്ത് കോപ്പി ക്ലിക്ക് ചെയ്താൽ നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞതും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞതുമായിട്ട് എന്ത് കിട്ടും, 2 ഷേപ്പ്. ഇനി നമുക്ക് വേണ്ടത് കാലാണ്. റൗണ്ടഡ് റെക്റ്റാങ്കിൾ എടുക്കുക, ലൈൻ വരച്ചു. ചുണ്ടിൻ്റെ കളറിന് ഞാൻ പിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനെ ഞാൻ കോപ്പി എടുക്കണം. അപ്പോൾ അത് സെലക്ട് ചെയ്തു, കൺട്രോൾ സി. അവിടെ തന്നെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് വി. ഇനി ഞാൻ മുകളിൽ നിന്ന് അതിനെ സ്കെയിൽ ചെയ്യണം. ഒരു പൊടിക്ക് സെലക്ട്. ഡയറക്റ്റ് സെലക്ഷൻ കൂടുതൽ ഉണ്ടോ, ഇതിൻ്റെ കർവ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിച്ചാൽ റൗണ്ടഡ് ആയി. ഇനി ഇതിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 6 പ്രസ് ചെയ്താൽ നമുക്ക് റൊട്ടേറ്റ് ടൂൾ കിട്ടും. അപ്പോൾ ഈ ബോട്ടം പാർട്ട് അവിടെ ഇരിക്കണം, പക്ഷേ ടോപ്പാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ബോട്ടം ആങ്കർ പോയിൻ്റ് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് അവിടെ താഴത്തേക്കാണ്. ഇനി ആരോയ്ക്ക് വന്നു ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് വേണ്ട പോലെ അതിന് റൊട്ടേറ്റ് ചെയ്യും. ഇനി നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഷേപ്പിനെ ഏതാണോ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് ആ ഷേപ്പിനെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ട്രാൻസ്ഫോമിൽ റിഫ്ലക്റ്റ്, പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡാണ് വേണ്ടത്, കോപ്പിയാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ തൽക്കാലം ഞാനിത് കാലാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഇതിനെ 3നെയും കൂടെ സെലക്ട് ചെയ്തിട്ട് ഒറ്റ ഷേപ്പാണ്, ഷിഫ്റ്റ് എം. ഓക്കെ, ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഇനി നമുക്ക് കാല് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, അതിനെ പ്ലേസ് ചെയ്യുക. ഇനി ഇതിൻ്റെ തന്നെ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ആ കാലിനെ സെലക്ട് ചെയ്യുക, ഓൾട്ട് പ്രസ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഷിഫ്റ്റും കൂടെ പ്രസ് ചെയ്താൽ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യുന്ന എനിക്ക് കിട്ടും. ഓൾട്ടും ഷിഫ്റ്റും പ്രസ് ചെയ്ത് ഞാൻ കറക്റ്റ് സർക്കിൾ വരച്ചു. ഐ ഡ്രോപ്പർ എടുത്ത് വൈറ്റ് കളർ പിക്ക് ചെയ്ത് കൊടുത്തു, കീൽ ചെയ്തു. കറക്റ്റ് സർക്കിൾ അല്ലാണ്ട് ഒരു പൊടിക്ക് ഓവൽ ഷേപ്പ് ആക്കിയിട്ട് വെച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഇതിനൊരു ഷെയ്ഡ് കൊടുക്കണം. കൺട്രോൾ സി അടിച്ചു. അവിടെ തന്നെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ഡി. ഇവിടെ നമുക്ക് ലൈൻ ടൂൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ലാഷ് പ്രസ് ചെയ്താലും നമുക്ക് ലൈൻ ടൂൾ കിട്ടും. ജസ്റ്റ് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. മുകളിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് വരും. അതിനകത്ത് സ്ട്രോക്കിൻ്റെ സൈസ് ഞാൻ 0.5 കൊടുത്തു. അത് ലൈനെ സെലക്ട് ചെയ്തു, ആ ബേസ് ഷേപ്പിനെ സെലക്ട് ചെയ്തു, ഷേപ്പിൽ എടുത്തു. അപ്പോൾ ഓൾട്ട് പ്രസ് ചെയ്യുക, വേണ്ടാത്ത സൈഡിൽ ക്ലിക്ക് ചെയ്തു, സെലക്ട് ചെയ്തു. അതിന് ബ്ലാക്ക് കളർ കൊടുത്തു. മുകളിൽ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, 26. ആ കാലിനെ ഒന്ന് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അറേഞ്ചിൽ പോവുക, ബ്രിങ് ടു ഫ്രണ്ട്. ഇനി നമ്മൾ ഇതിനെല്ലാം കൂടെ സെലക്ട് ചെയ്തു, കൺട്രോൾ ജി പ്രസ് ചെയ്തു, ഗ്രൂപ്പായി ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം.
ഞാനൊരു സർക്കിൾ വരും. അതിന് ഏതാണ് കളർ വേണ്ടത് ഒരു കളർ കിട്ടി. എഫക്റ്റിൽ പോവുക, സ്റ്റൈലൈസിൽ ട്രിബിൾ. അപ്പോൾ പ്രിവ്യൂ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിനെ കൊടുക്കുക. ഇനി നമുക്ക് പെൻഗിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇതുള്ളത് അല്ലേ. അപ്പോൾ അതിനെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അറേഞ്ചിൽ സെൻഡ് ടു ബാക്ക്. താഴെയായിട്ട് നമുക്ക് ഷെയ്ഡ് കൊടുക്കാം. ഓൾട്ട് ഷിഫ്റ്റ് ഒന്നും പ്രസ് ചെയ്തില്ല, ജസ്റ്റ് ഞാനൊരു സർക്കിൾ വരച്ചു. അതിന് കളർ എന്ന് പറയുന്നത് ഫില്ല് ചെയ്യുന്ന ഞാൻ സെലക്ട് ചെയ്തു, ബ്ലാക്ക് കൊടുത്തു. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെൻഡ് ടു ബാക്ക്. അപ്പോൾ വീണ്ടും അതിന് ബാക്ക്ഗ്രൗണ്ടിന് സെലക്ട് ചെയ്യുക, അറേഞ്ചിൽ സെൻഡ് ടു ബാക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് പെൻഗിനെ വരയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.